ഇന്നത്തെ ലാലേട്ടൻ്റെ ബർത്ത്ഡേ സ്പെഷ്യൽ എപ്പിസോഡിൽ ഓരോ കണ്ടസ്റ്റൻസും അവർക്ക് ഇഷ്ടപ്പെട്ട ലാലേട്ടൻ മൂവിനെ പറ്റിയിട്ട് സംസാരിച്ചിരുന്നു. അതിൽ അഭിഷേക് ശ്രീകുമാർ ചൂസ് ചെയ്ത മൂവി എന്ന് പറയുന്നത് രാവണപ്രഭു ആണ്. ആ ഫിലിമിലെ ഓരോ ഡയലോഗ്സും അതുപോലെ സീൻസും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് അഭിഷേക് ശ്രീകുമാർ തൻ്റെ ആ മൂവിയോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇങ്ങനെയുള്ള മൂവീസൊക്കെ സക്സസ്ഫുൾ ആകുന്നത് അതിലൊക്കെ ഒരു ഡെപ്തുള്ള ഒരു സ്റ്റോറി ലൈൻ ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഈ അമ്മയ്ക്ക് മകനോടുള്ള സ്നേഹം, മകന് അമ്മയോടുള്ള സ്നേഹം, അതുപോലെ നരസിംഹം സിനിമയിലെ അച്ഛനും മകനുമായിട്ടുള്ള ബന്ധം, അതൊക്കെയാണ് ഈ മൂവീസിനെ ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആക്കുന്നത് എന്ന്. അപ്പോൾ അഭിഷേക് ശ്രീകുമാർ പറയുന്നുണ്ട്, രാവണപ്രഭു സിനിമയിലെ അമ്മയുടെ മരണശേഷം ലാലേട്ടൻ അവതരിപ്പിക്കുന്ന ക്യാരക്ടർ ഭ്രാന്തമായി കാണിച്ചു കൂട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതുപോലെ അമ്മയ്ക്ക് ചികിത്സ നിഷേധിച്ച ഹോസ്പിറ്റലിൽ തല്ലിപ്പൊളിക്കുക, അങ്ങനെയുള്ള കുറേ സീൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ അഭിഷേക് ശ്രീകുമാറിന് ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റി എന്നുള്ളത് നമുക്കറിയാം. അഭിഷേക് ശ്രീകുമാറിൻ്റെ ലൈഫ് സ്റ്റോറീനെ പറ്റിയിട്ടൊക്കെ അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ളൊരു ആ മൂവിയോടുള്ള ഒരു കണക്ഷൻ അഭിഷേക് ശ്രീകുമാർ ഒരിക്കലും ആദ്യം തന്നെ പറയുന്നില്ല. പിന്നീട് ലാലേട്ടൻ ഇത് എടുത്തിടുമ്പോഴാണ് അതിനെ പറ്റിയിട്ട് അഭിഷേക് ശ്രീകുമാർ പറയുന്നത്. ഈ സീസണിൽ അഭിഷേക് ശ്രീകുമാർ വന്ന എപ്പിസോഡ് മുതൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, വളരെ സ്വീറ്റ് ആയിട്ടുള്ള, നല്ല ലവബിൾ ആയിട്ടുള്ള, ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പേഴ്സണാണ് അഭിഷേക് ശ്രീകുമാർ.